നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇപ്പോൾ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ഒരു US സൈനികന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് ഇറാൻ. അതും ആ US സൈനികനെ കൊലപ്പെടുത്താൻ ഇറാനിലുള്ള അവരുടെ സൈനിക സേനയല്ല ഇറങ്ങുന്നത്, പകരം പൗരന്മാരോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വെറുതെ കൊല്ലണ്ട, ഓരോ US സൈനികന്റെ തലയ്ക്കും $30,000 വീതമാണ് ഇറാൻ നൽകാനും പോകുന്നത്. വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു പരസ്യമായ വെല്ലുവിളി അമേരിക്കയ്ക്ക് നേരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. $30,000, അതായത് ഏകദേശം 28 ലക്ഷം രൂപയാണ് ഒരു US സൈനികനെ വിലയിട്ടിരിക്കുന്നത്. ഇനി അത് സ്ത്രീകളാണ് ഇത്തരത്തിൽ ഈ ഒരു കൃത്യം ചെയ്യുന്നതെങ്കിൽ, അതായത് US സൈനികരെ കൊല്ലുന്നതെങ്കിൽ ഈ തുക ഇരട്ടിയാകും. അതായത് ഏകദേശം $60,000 വീതമായിരിക്കും സ്ത്രീകൾക്ക് ലഭിക്കുക. ഇറാൻ പൗരന്മാരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് തീരുമാനമെന്നും ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി പറഞ്ഞിരിക്കുന്നത്. US സൈനികരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ ഇറാൻ സൈന്യത്തിനെ ഏൽപ്പിച്ചാലാണ് $30,000 5 ബില്യൺ തൊമാനോ പാരിതോഷികം ലഭിക്കുക. ധൈര്യം കാണിക്കുന്നത് ഇറാൻ സ്ത്രീകളാണെങ്കിലാണ് $60,000 വീതം നൽകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. US സൈനികനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം ഇരട്ടി വിലയ്ക്ക് വാങ്ങുമെന്നും ഇത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധം തുടങ്ങി ഒരു മാസത്തിനിടെ F-15 യുദ്ധവിമാനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ US സൈനികനെ ഇറാനിൽ കാണാതായിരുന്നു. പിന്നീട് വൻ സന്നാഹങ്ങളുമായി ഇറാനിൽ നടത്തിയ തെരച്ചിലാണ് US സൈനികനെ രക്ഷിച്ചത്. രക്ഷാദൗത്യത്തിനിടെ ഇറാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ C-130 വിമാനമടക്കമുള്ള യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു. അതേസമയം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 17 US സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലാണ് US സൈനികർ കൊല്ലപ്പെട്ടത്. നിലവിൽ US ഇറാനിൽ കരയുദ്ധം നടത്തുന്നില്ല. ഏപ്രിലിൽ US-ന്റെ ഒരു വിമാനം ഇറാനിൽ തകർന്നു വീണപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മാത്രമാണ് US ഇറാൻ മണ്ണിൽ നേരിട്ടിറങ്ങിയത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് US-ന്റെ സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. ഇനി മറ്റേതെങ്കിലും മാർഗങ്ങൾ ലക്ഷ്യം വെച്ചാണോ ഇത്തരത്തിൽ ഇറാൻ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വമ്പൻ പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നതും എന്നറിയില്ല. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ തുടങ്ങിയ യുദ്ധം പശ്ചിമേഷ്യയെ പ്രക്ഷുബ്ധമാക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമാകുന്നു. ഇതിനിടെ പലതവണ വെടിനിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനും ശ്രമം നടന്നെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. കരയുദ്ധം തുടങ്ങിയില്ലെങ്കിലും ഇറാനിൽ US ഇടവിട്ട് വ്യോമാക്രമണം നടത്തിവരുന്നു. യുദ്ധം തുടർന്നാൽ കരയുദ്ധം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള നിലവിലെ കടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അമേരിക്കയുടെ സൈനിക ആധിപത്യം ഇപ്പോൾ തകർന്നുവെന്നും സുരക്ഷ ഉറപ്പാക്കാൻ മറ്റു വഴികൾ തേടാൻ മറ്റ് രാജ്യങ്ങൾക്ക് ഇത് പ്രേരണയായെന്നും ഇറാൻ സൈനിക മേധാവി ഹത്താമി അവകാശപ്പെട്ടു. ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ അദ്ദേഹം കടുത്ത ഭാഷയിലും വിമർശിച്ചു. അമേരിക്കയുടെ ആഗോള സ്വാധീനം നശിച്ചുവെന്നും അത് മറച്ചുപിടിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഉൾക്കടലിലോ ഒമാൻ കടലിലോ ഹോർമുസ് കടലിടുക്കിലോ പ്രവേശിക്കാൻ അമേരിക്കൻ സേനയ്ക്ക് ഇപ്പോൾ അനുവാദമില്ലെന്നും അവർ ഫലപ്രദമായി തുരത്തപ്പെട്ടുവെന്നും ഹത്താമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ ഏറെ സങ്കീർണമാണ്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച സംഘർഷത്തിന് വിരാമമിടാനുള്ള സമാധാന ചർച്ചകൾ നിലവിൽ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതം കനത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. US ഇറാൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സൈനിക നീക്കത്തിനിടെ തങ്ങളുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും 3 പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്നുമുള്ള ഇറാന്റെ അവകാശവാദം ഖത്തർ നിഷേധിച്ചു.
തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇറാൻ നടത്തുന്നതെന്നും വസ്തുതാവിരുദ്ധമായ ഇത്തരം വാദങ്ങളിൽ അത്ഭുതം രേഖപ്പെടുത്തുന്നതായും ഖത്തർ വ്യക്തമാക്കി. മാർച്ച് 2 നടന്ന സൈനിക അഭ്യാസത്തിനിടെ കൊല്ലപ്പെട്ട മജീദ് കാസമി എന്ന 4ാമത്തെ പൈലറ്റിന്റെ മൃതദേഹം വിട്ടു നൽകിയെന്നും എന്നാൽ ജവാദ് സലേഹി, അബ്ദുൾ മജീദ്, ദഷ്ടിയാൻ ഇമ്രാൻ, ബഹ്റോഷിയൻ എന്നീ 3 പൈലറ്റുമാർ കഴിഞ്ഞ 6 മാസമായി ഖത്തറിന്റെ കസ്റ്റഡിയിലാണെന്നുമാണ് ഇറാന്റെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗർ സാദെ ആരോപിച്ചത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി തലവൻ മിർജാന സ്പോൺജാറിച്ചിനെ അയച്ച കത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഖത്തറിലെ സൈനിക ക്യാമ്പ് ലക്ഷ്യമാക്കി നടത്തിയ ദൗത്യത്തിനിടെ വിമാനം തകർന്നപ്പോൾ ഇവർ പാരച്യൂട്ട് വഴി രക്ഷപ്പെടുകയായിരുന്നുവെന്നും എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഖത്തർ ഇവരെ ബന്ദികളാക്കിയെന്നും കുടുംബവുമായി ബന്ധപ്പെടാൻ അനുവാദം നൽകിയിട്ടില്ലെന്നും കത്തിൽ ആരോപിക്കുന്നു. സുഖോയ് 24 വിഭാഗത്തിൽ 2 വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പൈലറ്റുമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ഒന്നും ലഭിച്ചിരുന്നില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് മുഹമ്മദ് അൽ അൻസാരി വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും എക്സിലൂടെ അദ്ദേഹം അറിയിച്ചു. കാണാതായ പൈലറ്റുമാർക്കായി തെരച്ചിൽ നടത്തുന്നതിൽ ഖത്തറിന്റെ രക്ഷാപ്രവർത്തന സംഘങ്ങൾ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചുവെന്നും തിരച്ചിലിൽ കണ്ടെടുത്ത ഒരു പൈലറ്റിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇറാന് കൈമാറുന്നതിന് ആവശ്യമായ നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നതിനായി ഇറാനിയൻ അന്വേഷണ സംഘത്തെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഖത്തർ അനുവദിക്കണമെന്നും ബാഗർ സാദെ ആവശ്യപ്പെട്ടു. എന്നാൽ തെരച്ചിൽ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി ഏപ്രിൽ മാസത്തിൽ തന്നെ ഇറാനിയൻ സംഘത്തെ ഖത്തറിലേക്ക് ക്ഷണിച്ചിരുന്നതാണെന്നും അതിന് ടെഹ്റാനിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ ഇറാന്റെ ഈ ഒരു പ്രഖ്യാപനം വലിയ ഞെട്ടലാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പരസ്യമായി തന്നെ അമേരിക്കൻ സൈനികരെ കൊല്ലാനാണ് ഇറാൻ ഇപ്പോൾ $30,000, അത് സ്ത്രീകളാണ് കൊല്ലുന്നെങ്കിൽ $60,000 വീതം പാരിതോഷികം നൽകുമെന്ന് ഈ യുദ്ധത്തിനിടയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും കരയുദ്ധത്തിന് ഇപ്പോൾ അമേരിക്ക നിലവിൽ ഭീഷണികൾ മുഴക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല.